ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുണ്ടല്ലോ മാം. ഈ പഴയ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മാമിന് എന്താ? അല്ല, പഴയ സിനിമ പുതിയ സിനിമ എന്നുള്ള ഡിഫറൻസ് അല്ല. പഴയ സിനിമകളിലാകുമ്പോൾ പഴയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബം പോലെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് നമ്മൾ വീട്ടുവിശേഷങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാം പറയാനും എടുക്കാൻ. ഇപ്പോൾ കാലം ഒരുപാട് മാറിയില്ലേ. ഇപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ അവർ ശകലം സമയം കിട്ടി. അതിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ, മക്കളാണെങ്കിലും തന്നെ അവർ പെട്ടെന്ന് അവർ മൊബൈൽ നോക്കും, അവർ ഇതിൽ നോക്കും. നമ്മൾ അവരെ വിളിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഇതായിട്ട്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കും. പിന്നെ നല്ല നല്ല പുതിയ പുതിയ കുട്ടികളാണ് ഇപ്പോഴത്തെ ഈ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വിദ്യാസമ്പന്നരും പിന്നെ നല്ല 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 കുടുംബങ്ങളിൽ നിന്ന് വെച്ചാൽ മുമ്പുള്ളവർ അങ്ങനെ അല്ല എന്നല്ല, അന്ന് നമ്മൾ കുറേ പഠിപ്പിച്ചെടുക്കണം. ഇപ്പം അങ്ങനെ അല്ല. ഇപ്പോൾ കാലം ഒരുപാട് മാറിയില്ലേ, പെട്ടെന്നാണ്. അതുകൊണ്ട് കലാരംഗം ഇപ്പോൾ ഭയങ്കര. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ അഭിനയിക്കുന്നതാണ്. ഞാനിപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ്, പഴയ തലമുറയും പുതിയ തലമുറയും. അപ്പോൾ അതൊരു ഭാഗ്യമല്ലേ. പിന്നെ അഭിനയിച്ചുകൊണ്ട് തന്നെ മരിക്കണമെന്നൊക്കെ ഉള്ളതാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും അല്ലേ എൻ്റെ ആഗ്രഹം. അപ്കമിങ് വേറെ ഏതെങ്കിലും മൂവീസ് ഓക്കെ ആയിട്ടുണ്ടോ? ഇപ്പം ഞാൻ പുതിയ സിനിമകളിൽ ഇപ്പോൾ പൊതുവെ അമ്മയ്ക്കും അച്ഛനും ഒന്നും വേഷമില്ല. അതാണ് ഏറ്റവും പ്രധാനം. വന്നു പോകുന്ന ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചെന്നാൽ നമ്മുടെ അപ്പച്ചി വന്നു, അല്ലെങ്കിൽ നമ്മുടെ അമ്മായി ഒരുപാട് നാൾ കൂടിയായി കണ്ടിട്ട് അങ്ങനെയുള്ള, അല്ലെങ്കിൽ അത് വീട്ടുവേലക്കാരി, അല്ലെങ്കിൽ അയൽവക്കത്തുകാരി, അങ്ങനെയൊക്കെ. പണ്ടത്തെ മാതിരി ഒരു കുടുംബ ബന്ധം, അച്ഛൻ, അമ്മ, കുഞ്ഞുമക്കൾ, അങ്ങനെയുള്ളൊരു ഇത് ഇപ്പോൾ അപൂർവമല്ലേ. സിനിമയായാലും സീരിയലായാലും. സിനിമയിൽ പിന്നെ പറയേ വേണ്ട. പിന്നെ സിനിമയിൽ പിന്നെ ഞാൻ 33 വർഷമായി സിനിമാ സംഘടന തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇതുവരെ ആ സംഘടനയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും. CV സംഘടനയും 21 വർഷമായി. അതിൻ്റെ ഭാരവാഹിത്വം അതിലിപ്പോഴും പോകണം. ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ ഒരു മകൾ കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരു മൂത്ത മോളുണ്ട്, മഞ്ജു. അവർ മുംബൈയിലാണ്. അവർ പ്രവാസിയായിരുന്നു, ഇപ്പോൾ മുംബൈയിൽ അവർ സെറ്റിൽഡാണ്. 4 പേരക്കുട്ടികളുണ്ട്. അപ്പോൾ ഓക്കെ, സന്തോഷം. അപ്പോൾ നമ്മുടെ കാഞ്ചിമാലയ്ക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ വളർന്നു വരുന്ന നല്ലൊരു കലാകാരൻ, നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ റെജി. അപ്പോൾ ആശംസകൾ കേട്ടോ. ഓക്കെ.